ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നേന്ത്രപ്പഴവും അതേപോലെ റവയൊക്കെ ചേർത്ത് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടാവട്ടെ. ഇനി നമുക്കിതിലോട്ട് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ 4ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ നേന്ത്രപ്പഴം നന്നായിട്ട് വെന്തുടയണം. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പഴുത്ത പഴമാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പോൾ ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് നമുക്കിത് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ കുറച്ചധികം ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ എടുത്തിരിക്കുന്ന പഴത്തിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം ഈ പഞ്ചസാര ചേർക്കാനായിട്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. പഞ്ചസാര അലിഞ്ഞ് നന്നായിട്ടിത് ചേർന്ന് വരും. ഇതേപോലെ ആയിട്ട് വരും. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് ചേർത്തിരിക്കുന്നത്. തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ള് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. ഒരു ഏലക്കയുടെ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിലും കുറച്ചായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ചേർന്ന് വരും. ഇതേ രീതിയിൽ ഇതേപോലെ ആയി വരും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം. ഇത് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ആ മാവ് കുഴയ്ക്കാനായിട്ട് നമ്മൾ റവയാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് റവയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. റവ നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ടി വരില്ല. വളരെ കുറച്ച് വെള്ളം മതിയാവും. അപ്പോൾ നോക്കിയിട്ട് കുഴയ്ക്കുക. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അഥവാ നമ്മളിത് കുഴയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് കുഴയ്ക്കുമ്പോൾ തന്നെ വെള്ളം കുറേശ്ശെ നോക്കി ചേർത്താൽ മതി. പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ റവ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട. അഥവാ നമ്മളിത് ഈ മാവ് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം പോലെ കുഴച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. റവ നല്ലതുപോലെ കട്ടിയായിക്കോളും. ഇപ്പോൾ 5 മിനിറ്റ് ഈ മാവ് വെച്ചതാണ്. ഇപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഈ റവ ഇരിക്കുന്നോറും ഒന്നും കൂടി അങ്ങ് കട്ടിയായി തുടങ്ങും. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് വലിയ ബോൾസാക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു സൈസിൽ തന്നെ എടുക്കണം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇത് പരത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് കട്ടിയിൽ പരത്തരുത്. കുറച്ചും കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പഴത്തിൻ്റെ ഫില്ലിങ് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്തിരിക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഈ സ്റ്റെപ്പ് ചെയ്യാവൂ. ഇതിന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ ഈ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എല്ലാ ഭാഗത്തും ഇതിങ്ങനെ ആവണം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതേപോലെ സ്പ്രെഡ് ചെയ്യാവൂ. അല്ലെങ്കിൽ പിന്നെ ഈ റവ ലൂസായി പോവും. ഇപ്പോൾ നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മടക്കാൻ പോവാണ്. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം.
ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ചൂടാണെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതേപോലെ ചെയ്യാവൂ. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതിൻ്റെ അറ്റം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് സീൽ ചെയ്തെടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷാർപ്പായിട്ടുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ മാവ് ഇങ്ങനെ വലിഞ്ഞിരിക്കും. ഇത്രയും ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നും ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം, റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഓരോന്നും ഓരോ പീസസും ഇതേപോലെ തന്നെ ചെയ്യണം. ഇപ്പോൾ രണ്ടാമത്തെ റോളും ഇതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതേപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഷേപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് നല്ല റൗണ്ട് ഷേപ്പിൽ അങ്ങ് നിൽക്കും. അപ്പോൾ ഓരോന്നും ഇതേപോലെ തന്നെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുക്കാനായിട്ടുള്ള എണ്ണ നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ വറുക്കാനുള്ള എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ ഓരോ ബോൾസും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. റവ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയം പിടിക്കും നമുക്കത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഈ സ്നാക്കിന് ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. ഇപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. റവയൊക്കെ ചേർത്ത് കാരണം കുറച്ച് നല്ല ക്രിസ്പിയാണ്. അതേപോലെ തന്നെ പഴത്തിൻ്റെ മധുരമൊക്കെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക്